ഹലോ. അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനല്ല. എടാ, എൻ്റെ മുഖം വെച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ ചാനൽ അടിച്ചു കളയുക എന്ന കൊട്ടേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖം വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോകളും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യം, സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ആ കൊച്ചൊരു അതിവൈകാരികമായി പ്രതികരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കുട്ടി പ്രതികരിച്ച ആ ഒരു വ്യക്തി, അതായത് ജാസി എന്ത് പേരിട്ട എങ്ങനെയാണ് അഭിസംബോധന ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജാസിക്കുട്ടി എന്ന് വിളിക്കുന്നത്. നമ്മളെ ജാസിക്കുട്ടി ആയിരുന്നു. അയാൾക്കൊരു കുഞ്ഞുമുണ്ട്, കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു പെണ്ണായിട്ടാണ് അത് ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആണുമല്ല പെണ്ണും അല്ലാത്ത മറ്റൊരു വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ ആ വിഭാഗക്കാരും തള്ളി പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ജാസിക്കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ജാസിക്കുട്ടി എന്ത് അക്രമമാണ് കാണിച്ചതെന്നറിയാമോ? നമ്മളെ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് നെഞ്ച് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഈ നെഞ്ച് തുറന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ജാസിക്കുട്ടി ഈ അടുത്തായിട്ട് എന്തോ ഒരു സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സർജറി ഫേക്കായ ഒരു സർജറിയാണ്, അങ്ങനെ ഒരു സർജറി ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സർജറി നടന്നു എന്ന് പറഞ്ഞു വാദിക്കുന്ന ഒരു സ്ത്രീ ഇന്ന് രംഗത്ത് വന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറയാതെ പോകാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഈ ജാസി ഒരു സർജറി ചെയ്തു അത്രേ. അത് ബ്രസ്റ്റിന്റെ എന്തോ ഒരു സർജറി ആണ്, ഹോർമോൺ കുത്തിവെച്ച് അങ്ങനെ എന്തോ സംഭവമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഭയങ്കര സംശയം ഉന്നയിച്ചത് കൊണ്ട് തന്നെ നമ്മളെ ജാസിക്കുട്ടി എന്ത് ചെയ്തെന്നറിയാമോ? ഈ റിയാക്ട് ചെയ്ത ഇത്രയും ആളുകളിൽ നിന്ന് ഹ്രീം കുട്ടിച്ചത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അങ്ങോട്ട് ചൂസ് ചെയ്ത്, ആ ഒരാളിൽ നറുക്ക് വീണത് എന്ന് പറയുന്നത് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ദിവ്യ എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്കാണ് നറുക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഇപ്പോഴായിട്ടാണ് ആ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞത്. അപ്പൊ അവര് ഈ വിരുന്നു പോക്കും വരവും ഒക്കെ ആയിട്ട് ഭയങ്കര ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ഒരു കോള് വരുന്നു. വീഡിയോ കോളാണ് കേട്ടാ. വീഡിയോ കോൾ ഇപ്പൊ വല്ലാത്ത വിഷയമാണ്. വീഡിയോ കോള് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ കോള് വരുന്നു. വീഡിയോ കോളില് വീഡിയോ ഓൺ ആക്ക് മോളെ വീഡിയോ ഓൺ ആക്ക് ചക്കരെ എന്നൊക്കെ പറഞ്ഞപ്പം ഇവള് വിചാരിച്ച് എന്തോ ഇവക്ക് കാണാനുള്ള എന്തോ ഒന്ന് ഉണ്ടെന്ന് വിചാരിച്ച് ഈ കൊച്ചെന്ത് ചെയ്ത് വീഡിയോ അങ്ങോട്ട് ഓണാക്കി കൊടുത്തു. വീഡിയോ ഓണാക്കി ഈ കുട്ടി ബോധം കെട്ട് വീണില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. കൊച്ച് പതറിപ്പോയി, കയ്യിലിരുന്ന ഫോണൊക്കെ തെറിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫോൺ ഇങ്ങനെ തെറിച്ചുപോയ ഫോണിനെയൊക്കെ വലിച്ചു പിടിച്ച് ഈ കുട്ടി മറച്ചൊക്കെ പിടിച്ചിരുന്നു. കാരണം എന്താണ്? ജാസിക്കുട്ടി കാണിച്ചത് അവളുടെ സ്വന്തം മാറിടമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ മാറിടം കാണിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മാറിടം ഇപ്പം ഭയങ്കര തരംഗമാണ് മക്കളെ, തരംഗം. അതായത് വലിയ മാറ്, ചെറിയ മാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ ജാസിക്കുട്ടി ഈ ഒരു മാറിടം നമ്മളെ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, എന്തിനായിരിക്കും ഇങ്ങനെ ഈ റിയാക്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് മാറിടം കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ച്, സത്യത്തിൽ ഇപ്പൊ ഒരാൾ സംശയം ഉന്നയിച്ചു. ഇപ്പൊ ഒരാളല്ല സംശയം ഉന്നയിച്ച, ഹെലൻ ഓഫ് സ്പാർട്ട മാത്രമല്ല അതിന്റെ സംശയം ഉന്നയിച്ചത്. ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്ത ഈ ഒരു സംഭവത്തിന് ഇവർക്ക് ഇങ്ങനെ എനിക്ക് മാറിടം വളർന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ മാത്രം ചൂസ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുത്തതിനേക്കാൾ നല്ലത് ഇവർക്ക് ആ സർജറി ചെയ്തതിന്റെ ഒരു പ്രൂഫോ മറ്റോ
ആ ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഹോസ്പിറ്റൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലും അതിന്റെ ബില്ലും അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത ആ ഒരു പേപ്പറൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഈ റിയാക്ട് ചെയ്തിരുന്ന ആളുകളൊക്കെയും തന്നെ അത് വിശ്വസിച്ച് അതവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞതുപോലെ ജാസി ഒരുപാട് കാലമായി, നമ്മുടെ ജാസിക്കുട്ടി ഒരുപാട് കാലമായി സ്വന്തം ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടിയപ്പോൾ ജാസി എന്ത് ചെയ്തെന്ന് അറിയാമോ? അതാരെങ്കിലും കാണിക്കാനുള്ള വെമ്പലി നമ്മുടെ ഹെലനോസ് പാട്ടയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സത്യത്തിൽ നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഏതോ ഒരു വകുപ്പ് പ്രകാരം തെറ്റാണ്. അത് നമ്മൾ നഗ്നത പ്രദർശിപ്പിക്കുക, പൊതു ഇടങ്ങളിൽ നഗ്നത പ്രദർശിപ്പിക്കുക എന്നുള്ളത് അത് വലിയ ശിക്ഷാർഹമാണ്. അപ്പൊ ഈ ഹെലനോസ് പാട്ട് ആ ഒരു കേസ് കൊണ്ടുവന്ന് കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും നീക്കുപോക്കൊക്കെ ആവുമായിരിക്കാം. മുമ്പ് ഹെലനോസ് പാട്ട ഇതുപോലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ തല മോർഫ് ചെയ്തിട്ട് ഒരു ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് ആ സൈറ്റ് മൊത്തം ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാണാൻ ചന്തമുള്ള കുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ തല മാത്രം എടുത്തുകൊണ്ട് വന്ന് മോർഫ് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സൈറ്റിൽ നിന്ന് ഈ കുട്ടിയുടെ ഫോട്ടോ കിട്ടിയിട്ട് ഈ കുട്ടിയും കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒന്നും അല്ലാതായി മാറി. പിന്നെ 5 വർഷത്തോളം ഈ കുട്ടി അതിന്റെ പിന്നാലെ നടന്നു. പിന്നെ അവസാനം മനസ്സ് തളർന്ന് ആ കേസ് അങ്ങ് എന്തെങ്കിലും ആട്ട് എന്ന് പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ കേസ് കൊടുക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് രീതിയിൽ പിന്നെ വംശീയ അധിക്ഷേപം, ബോഡി ഷെയ്മിങ് ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിനെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇത് കേസ് കൊടുത്തൂടെ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിലപ്പെട്ട സമയം, എൻ്റെ സമ്പത്ത് ഇതൊന്നും തന്നെ അനാവശ്യമായി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഹെലനോസ് പാർട്ടയും ചെയ്യാനാണ് സാധ്യത. പിന്നെ ഇതിന് കേസുമായിട്ട് പോവാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു കേസാക്കിയാൽ ജാസിക്കുട്ടി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി ആണ്. ഇനി അതവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മുടെ ജാസിക്കുട്ടി മുമ്പ് ആണായിരുന്നു കേട്ടോ. അപ്പൊ ജാസിക്കുട്ടി ആണായിരുന്നത് കൊണ്ട് തന്നെ ജാസിക്ക് ഒരു കുഞ്ഞും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ജാസിയുടെ ഉള്ളിൽ എവിടെയോ ഒരു പുരുഷത്വം അലയടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ റിയാക്ട് ചെയ്ത ഒരു സംഭവത്തിന് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ജാസി ഹെലനോസ് പാർട്ടയെ മാത്രം തെരഞ്ഞെടുത്തത്. ഇപ്പൊ ഇന്നൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഹെലനോസ് പാർട്ടയും ജാസിയും ഫ്രണ്ട്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ചില മാമച്ചിമാരുണ്ട്, ചില മാമച്ചിമാർക്ക് ഇങ്ങനെ ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അതായത് പകൽ മാന്യന്മാരെന്നൊക്കെ അവരെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് ഈ ഇരുട്ടിന്റെ മറവിൽ ചില കുത്സിതങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതുപോലെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ അലയടിക്കുന്ന പൗരുഷം ത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഈ ചൂസ് ചെയ്ത, അതായത് തന്റെ നഗ്നത പ്രദർശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളെ ചൂസ് ചെയ്തത് ഹെലനോസ് പാർട്ട എന്ന സ്ത്രീയെ തന്നെ ചൂസ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ വെറും ഒരു തോന്നലായിരിക്കാം. എനിവേ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ജാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസിനെ കുറിച്ച് ഒരുപാട് കാലങ്ങളായി ഒരുപാട് അലിഗേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊന്നു ജാസിക്ക് ഇങ്ങനെ ഒരു ഫെയിമിൽ നിൽക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എന്നാണ് തോന്നുന്നത്. അതായത് സ്വയമേ അമ്പലത്തിൽ പോകുന്നു. സാധാരണ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഈ പുള്ളിക്കാരത്തി ജാസിക്കുട്ടി അമ്പലത്തിൽ പോകുന്നു, ശശികല ചാർത്തിയ ദീപാവലയം ആടുന്നു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ദീനിയായിട്ട് അഭിനയിക്കുന്നു. പിന്നെ പൊന്നു സഹി പിണക്കം എന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാൻസ് ആടുന്നു. അതായത് ഒരു എപ്പോഴും ഫെയിമിൽ നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതുപോലെയാണ് നമ്മളെ ഹെലനോസ് പാർട്ടയെ തന്നെ ഇതിന് ചൂസ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നതാണ്. എന്നെ ആരും പൊങ്കാലയിടാൻ വരല്ലേ. തോന്നിയ അഭിപ്രായം നമുക്ക് പറയാമല്ലോ. അത്രയാണ്.